കെ എൻ രാഘവൻ മുൻ അമ്പയർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ രാഘവൻ, എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? ശരിയായ സമയത്ത് അദ്ദേഹം തന്റെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുന്നു എന്നല്ലേ കാണേണ്ടതുള്ളൂ? കോഹ്ലി ഒരു വലിയ സംഭാവന നൽകിയ താരമാണ്, അദ്ദേഹത്തോടൊപ്പം ഉയരാൻ മറ്റു പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും കോഹ്ലി അവസാനിപ്പിക്കാൻ സമയമായില്ലേ? തീർച്ചയായിട്ടും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓസ്ട്രേലിയൻ ടൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, വിരാട് കോഹ്ലിക്ക് ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഫോമിലെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഔട്ട്സൈഡ് ദി ഓസ്റ്റം ഒരു വീക്ക്നെസ് ഓസ്ട്രേലിയൻ ബൗളർമാർ അത് സ്ഥിരമായിട്ട് ആ ഒരു ദൗർബല്യം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ പോകേണ്ട ഇംഗ്ലണ്ടിലേക്കാണ്. അപ്പൊ ആ ഒരു തന്റെ പ്രതാപകാലത്ത് കളിച്ചിരുന്ന പോലെ കളിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാനിപ്പോ കളിക്കുന്ന റെക്കോർഡിന് വേണ്ടിയല്ല, കളി ആസ്വദിക്കാനായിട്ടാണ്. ഒരു കളി ആസ്വദിക്കണമെങ്കിൽ അത് നന്നായി കളിക്കാനും സാധിക്കണം. അപ്പൊ അതല്ലാതെ നിരന്തരം കുറഞ്ഞ സ്കോറിന് ഔട്ടാക്കി തലതാത്തി പൗലനിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് കോഹ്ലിയെ പോലെ ഇത്രയധികം ഉയരങ്ങളിലെത്തിയ ഒരു കളിക്കാരന് യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിരമിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം നന്നായി കളിച്ചു, ധാരാളം പേരെടുത്തു, ധാരാളം കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകി, പല മത്സരങ്ങളും ജയിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു സമയം എത്തിയിട്ട് പോകണം, എനിക്ക് മതിയായി, എനിക്ക് ഞാൻ മതിയാക്കുന്നു എന്ന് പറയും, നമ്മളത് ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിടവുണ്ടല്ലോ. സാധാരണ മഹാരഥന്മാരായ മനുഷ്യർ അവരവരുടെ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വിടവ് എന്ന വാക്ക് ഉപയോഗിക്കും. കോഹ്ലി ആ നിലയ്ക്ക് ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യക്ക് ഇപ്പോഴും നികത്താൻ കഴിയാത്തൊരു വിടവ് ഉണ്ടാക്കിയിരിക്കുന്നു. കോഹ്ലിയെ പോലെ പെർഫോം ചെയ്യാൻ കഴിയുന്ന, കോഹ്ലിയെ പോലെ വിദേശ പിച്ചുകൾ ഇവിടുത്തെ പിച്ചുകൾ മനസ്സിലാക്കി പെരുമാറാൻ കഴിയുന്ന, അഗ്രസീവായി പെർഫോം ചെയ്യുന്ന ഒരാളെ സൃഷ്ടിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റിന് പകരം കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം ഉണ്ടോ? ശരിക്കും ഉണ്ടോ? സച്ചിൻ പോയപ്പോൾ കോഹ്ലി വന്നു, കോഹ്ലി പോയപ്പോൾ ആരുണ്ട് എന്ന ചോദ്യം, അങ്ങനെ പ്രശ്നമുണ്ടോ? അതുണ്ടാവും, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഒരു സമയത്ത് 4 പേര്, അതായത് വീരേന്ദ്ര സെവാഗ്, വി.വി.എസ്. ലക്ഷ്മൺ, രാഹുൽ ദ്രവിഡ്, സച്ചിൻ തെണ്ടുൽക്കർ, 4 പേരും ഒരുമിച്ച് പോയിരുന്നു. 4 മഹാരഥന്മാരാണ് പോയത് ഒരു വർഷത്തെ കാലയളവിൽ. പക്ഷെ അപ്പോ വിരാട് കോഹ്ലിയും വേറെ കളിക്കാരും വന്നു. കേൾക്കുന്നു. കിട്ടാതിരിക്കുകയായിരുന്നു. നമ്മൾ എത്ര ആലോചിച്ചു കഴിഞ്ഞാലും ഒരു ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച കരുൺ നായർ ഇപ്പോഴും രഞ്ജി ട്രോഫിയിൽ നിരന്തരമായിട്ട് സെഞ്ചുറികൾ ഇങ്ങനെ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു അവസരം കിട്ടാതിരിക്കുകയാണ്. ഒരു മികച്ച മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ് അദ്ദേഹം. അപ്പൊ അതുപോലെയുള്ള കളിക്കാർക്ക് അവസരം കിട്ടും. ഒരു പുതിയ കളിക്കാരൻ ടെസ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെയാലും കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. വിരാട് കോഹ്ലി തന്നെ ആദ്യം വന്നപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ലെവൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. വിരാട് കോഹ്ലിയുടെ ആദ്യത്തെ ഇംഗ്ലണ്ട് ടൂറിൽ അദ്ദേഹം ഒരു ഫെയിലിയർ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് കൊണ്ട് അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന ആ ഒരു ദൗർബല്യങ്ങൾ ഓവർകം ചെയ്യാൻ സാധിച്ചു. അതിനുള്ള ക്ഷമ സെലക്ടർമാർ കാണിച്ചു, അതിനുള്ള പ്രാവീണ്യം കോഹ്ലിക്ക് വേണ്ടത്. അതുപോലെ കളിക്കാരെ വളർത്തിയെടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് നമ്മൾ ചെയ്യണം.